കുരിശുകളാ. ഒരു വീട് വേണം, അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല, മാസാമാസം കൃത്യമായിട്ട് വാടക തരും. വല്ല വീടും കാര്യമുണ്ടോ നോക്കാം. ആ ഇവൻ കാണിച്ചു തരും. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ഒന്ന് മാറിക്കടോ. അതെ, അവിടെ ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും ബാലേട്ടാ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു 1500 രൂപ കിട്ടുമായിരിക്കും അല്ലേ? അതൊന്നും പോരാ. നിനക്കിപ്പോ ഒരു 5000 രൂപ കിട്ടും, മറ്റവനൊരു 4000 രൂപ കിട്ടും. അപ്പോ രണ്ടാൾക്കും കൂടി 9000 രൂപ. എന്താ പോരെ? നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തണ്ടാ? കൂടി വന്നാ ഒരു 500 രൂപ കിട്ടും. 500 രൂപ? അയ്യേ, സൗകര്യം ഉണ്ടെങ്കിൽ പോയാ മതി. അല്ല, ഞാൻ പിന്നെ ബാലേട്ടാ ഉടുക്കാൻ വാങ്ങാനും കഞ്ഞി വെക്കാനും ഒക്കെ ആയിട്ട് ഒന്നുമില്ല കയ്യില്. പിന്നെ എന്തും കൊണ്ടാ ഇങ്ങ് പോന്നത്? രണ്ടടങ്ങര എരിയുടെ ചോറിനുള്ള ഒരു വയറും ഇളിഞ്ഞൊരു മോന്തയുണ്ട് സ്വന്തമായിട്ടല്ലേ? അതെ. നാ കൊണ്ടുപോയി ചിന്നെ. ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു. ആ, വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോരല്ലേ? രണ്ടു തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള് അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറിയോ? പൂജാമുറി ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം, നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. ഇപ്പൊ എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണമെന്ന് അർത്ഥം. അത് തന്നെ. നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ളൊരു വീട് വേണമെങ്കിലേ മാസം ഒരു 2000 രൂപ വാടകയാവും. 2000 രൂപ? അതെ. അത്രയും വാടക? പിന്നെ എത്ര കൊടുക്കാം? 1500. ഇനിയും താഴട്ടെ? 1000. കുറച്ചുകൂടെ താഴട്ടെ. 750. കുറച്ചുകൂടെ പോരട്ടെ? 500. അല്ല, കുറച്ചുകൂടെ താഴട്ടെ. ഇനി എവിടം വരെ താഴണം പറ. ഒരു 150 വരെ. 150. 2 ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, AC, 150 രൂപ വാടക. വാ, പറ്റിയ സ്ഥലമാണ്. ഈ വീടിന് 175